എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് വൊക്കാബുലറിയിലെ ഇഡിയംസ് അല്ലെങ്കിൽ ശൈലികളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇഡിയംസ് പഠിക്കുമ്പോൾ ആ ഇംഗ്ലീഷ് വേർഡിൻ്റെ മീനിങ് അല്ല പഠിക്കേണ്ടത്, ആ സെൻറ്റൻസിൻ്റെ അല്ലെങ്കിൽ ആ വേർഡിൻ്റെ ആശയം എന്താണോ അത് മനസ്സിലാക്കി വേണം നമ്മൾ ഇഡിയംസ് പഠിക്കാൻ. എ റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? എ വെരി ഇമ്പോർട്ടൻറ്റ് ഡേ അല്ലെങ്കിൽ എ വെരി ഹാപ്പി ഡേ, മെമ്മറബിൾ ഡേ എന്നൊക്കെ പറയുന്നതാണ് റെഡ് ലെറ്റർ ഡേ. നെക്സ്റ്റ് വൺ, ടു പിക്ക് ഹോൾസ്. ടു ക്രിട്ടിസൈസ് സമ്മോൺ. ടു പിക്ക് ഹോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ക്രിട്ടിസൈസ് സമ്മോൺ, ആരെങ്കിലും ഒരാളെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് ടു പിക്ക് ഹോൾസ് എന്ന് പറയുന്നത്. ദ ആപ്പിൾ ഓഫ് വൺസ് ഐ. ആപ്പിൾ ഓഫ് വൺസ് ഐ എന്ന് പറഞ്ഞാൽ എ വെരി ഡിയർ വൺ. മലയാളത്തിൽ കണ്ണിലുണ്ണി എന്ന് പറയും. എ വെരി ഡിയർ വൺ. ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ. എ ബെഡ് ഓഫ് റോസസ്. എ ബെഡ് ഓഫ് റോസസ് എന്ന് പറഞ്ഞാൽ എ വെരി കംഫർട്ടബിൾ ആൻഡ് പ്ലസൻറ്റ് കണ്ടീഷൻ. കംഫർട്ടബിളും പ്ലസൻ്റ് ആയിട്ടുള്ള കണ്ടീഷനെയാണ് എ ബെഡ് ഓഫ് റോസസ് എന്ന് പറയുന്നത്. സ്റ്റോം ഇൻ എ ടീക്കപ്പ്. സ്റ്റോം ഇൻ എ ടീക്കപ്പ് എന്ന് പറഞ്ഞാൽ അൺഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്, പ്രാധാന്യമില്ലാത്ത സംഭവത്തെയാണ് സ്റ്റോം ഇൻ എ ടീക്കപ്പ് എന്ന് പറയുന്നത്. അതായത് ചായക്കപ്പിലെ കൊടുങ്കാറ്റ്. ചായയിൽ നിന്ന്, അതായത് ആ ചായക്കപ്പിൽ നിന്ന് വരുന്ന ആവിക്ക് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല, അതിനൊന്നും ചെയ്യാൻ ശക്തിയൊന്നുമില്ല, അതുകൊണ്ടാണ് ചായക്കപ്പിലെ സ്റ്റോം ഇൻ എ ടീക്കപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എ സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ്. കൈത്തണ്ടയിൽ അടിക്കുക. എ സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ വെരി മൈൽഡ് പണിഷ്മെൻറ്റ്. കുട്ടികളെയൊക്കെ നമ്മൾ കൈത്തണ്ടയിലല്ലേ അടിക്കുന്നത്, അപ്പോൾ മൈൽഡായിട്ടുള്ള പണിഷ്മെൻറ്റിനെയാണ് എ സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് എ സ്ലാപ്പ് ഇൻ ദ ഫേസ് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് റിജക്ഷൻ. പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ മുഖത്തടിച്ചതുപോലെ പറയുക, തിരസ്കരിക്കുക, അതിനെയൊക്കെയാണ് എ സ്ലാപ്പ് ഇൻ ദ ഫേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡച്ച് കറേജ് എന്ന് പറഞ്ഞാൽ മദ്യം കഴിക്കുന്നവർക്ക് കിട്ടുന്ന ധൈര്യത്തെയാണ് ഡച്ച് കറേജ് എന്ന് പറയുന്നത്. കറേജ് എക്സൈറ്റഡ് ബൈ വൈൻ. ഡച്ച് കറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറേജ് എക്സൈറ്റഡ് ബൈ വൈൻ. എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എ ഫോൾ സ്റ്റോറി. കെട്ടുകഥകളെയാണ് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത്. അടുത്തത് ബേക്കേഴ്സ് ഡസൺ. എന്ന് പറഞ്ഞാൽ 13. 12 എണ്ണത്തിനെ ഒരു ഡസൺ എന്ന് പറയുന്നു. 13 എന്ത്? ബേക്കേഴ്സ് ഡസൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എ വൂൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആട്ടിൻ തോലിട്ട ചെന്നായ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതായത് എ പേഴ്സൺ കനോട്ട് ബി ട്രസ്റ്റഡ്. വിശ്വസിക്കാൻ കൊള്ളാത്ത ആളിനെയാണ് എന്ത് പറയുന്നത്? ആട്ടിൻ തോലിട്ട ചെന്നായ, എ വൂൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ് എന്ന് പറയുന്നത്. അടുത്തത് എ സ്റ്റോൺ ത്രോ എന്ന് പറഞ്ഞാൽ അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ്, ഒരു വിളിപ്പാട് അകലെ. അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസിനെയാണ് എ സ്റ്റോൺ ത്രോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എ ബേർഡ് ഓഫ് പാസേജ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ട്രാവൽസ് വൈഡായിട്ട് ധാരാളം യാത്ര ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എ ബേർഡ് ഓഫ് പാസേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ചിക്കൻ ഹാർട്ടഡ് എന്ന് പറഞ്ഞാൽ ഈസിലി ഫ്രൈറ്റൻഡ് അല്ലെങ്കിൽ ഫിയർഫുള്ളി, പെട്ടെന്ന് പേടിക്കുന്ന ആളെയാണ് ചിക്കൻ ഹാർട്ടഡ് എന്ന് പറയുന്നത്. ഫെയർ പ്ലേ എന്ന് പറഞ്ഞാൽ ആൻ ഓണസ്റ്റ് മെത്തേഡ്, അതായത് സത്യസന്ധമായ വഴികളിലൂടെ, അതിനെയാണ് ഫെയർ പ്ലേ എന്ന് പറയുന്നത്. അടുത്തത് എ ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ജോബ്. മലയാളത്തിൽ ഭഗീരഥ പ്രയത്നം എന്ന് പറയും. ദ ഒലീവ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ആൻ ഓഫർ ഓഫ് പീസ്, സമാധാനം. ക്രിസ്ത്യൻസ് സമാധാനത്തിൻ്റെ സിമ്പലായി കാണുന്ന ഒരു വൃക്ഷമാണ് ഒലിവ്. അപ്പോൾ ദ ഒലീവ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ആൻ ഓഫർ ഓഫ് പീസ്. സ്കോട്ട് ഫ്രീ എന്ന് പറഞ്ഞാൽ ഫ്രീ ഫ്രം പണിഷ്മെൻറ്റ്, ശിക്ഷയിൽ നിന്നും മോചിതനാവുക, അതാണ് ഫ്രീ ഫ്രം പണിഷ്മെൻറ്റ്, സ്കോട്ട് ഫ്രീ എന്ന് പറഞ്ഞ്. അടുത്തത് ആൻ അയൺ വിൽ എന്ന് പറഞ്ഞാൽ എ സ്ട്രോങ് വിൽ, ശക്തമായ ആ ഒരു ഇച്ഛാശക്തിയാണ് ആൻ അയൺ വിൽ എന്ന് പറയുന്നത്. അത് എ ക്രൈ ഇൻ ദ വൈൽഡർനെസ്, അതായത് യൂസ്ലെസ് അറ്റംപ്റ്റിനെയാണ് എ ക്രൈ ഇൻ ദ വൈൽഡർനെസ് എന്ന് പറയുന്നത്. അടുത്തത് അറ്റ് സീ എന്ന് പറഞ്ഞാൽ ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ അല്ലെങ്കിൽ പെർപ്ലെക്സ്ഡ്, അതായത് നടുക്കടലിൽപ്പെട്ട അവസ്ഥയാണ് അറ്റ് സീ. നെക്സ്റ്റ് വൺ, എ ഡൗട്ടിംഗ് തോമസ് എന്ന് പറഞ്ഞാൽ വൺ ഹു ഡസ് നോട്ട് ബിലീവ് എനിത്തിങ് വിത്തൗട്ട് എവിഡൻസ്, തെളിവില്ലാതെ ഒന്നും വിശ്വസിക്കാത്ത ആളിനെയാണ് എ ഡൗട്ടിംഗ് തോമസ് എന്ന് പറയുന്നത്. വൺ ഹു ഡസ് നോട്ട് ബിലീവ് എനിത്തിങ് വിത്തൗട്ട് എവിഡൻസ്.